സംഭവമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് എടുത്ത് നോക്കി ഞാൻ നിങ്ങൾ തമ്മിലുള്ള ശ്രീനിവാസൻ സാറുമായിട്ടുള്ള സീനാണ് ഫസ്റ്റ് ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ യൂസ് ഒക്കെ കിട്ടിയിട്ടുള്ള ചർച്ച ട്രോളിലൊക്കെ വന്നിട്ടുള്ള ഒരു വിഷ്വലായിരുന്നു അത്. ഇന്നും അത് ഓർക്കുമ്പോൾ പ്രേക്ഷകർ അത്ര എൻഗേജിങ് ആയിട്ടാണ്. അപ്പോൾ ആ സെറ്റിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ഫീലിംഗ് ഒക്കെ ഉണ്ട്. ശ്രീനിവാസൻ സാർ ടേസ്റ്റ് ചെയ്തിരുന്ന അങ്ങനത്തെ ഡയലോഗ് പറയുമ്പോൾ എങ്ങനെയുണ്ട്? എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനെ പോലെ ഒരാളുടെ കൂടെ എനിക്ക് അത്രയും ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ അത് തന്നെ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം അങ്ങനെ ഒരു ലെജൻഡിൻ്റെ കൂടെ നമ്മൾ സ്ക്രീൻ സ്പേസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ അന്ന് നമുക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവില്ല. അന്ന് നമുക്ക് ഒരു പേടിയും ടെൻഷനും ഒക്കെ, ഞാനും കുറച്ച് ഇനീഷ്യൽ സ്റ്റേജ് ഒയ്യോ വലിയ ആക്ടേഴ്സ്. പക്ഷെ ഇപ്പം അതിൻ്റെ വില ശരിക്കും മനസ്സിലാവും. അദ്ദേഹത്തിനെ പോലെ ഒരാളുടെ കൂടെ നമ്മളൊരു മൂവിയിൽ വർക്ക് ചെയ്യാൻ പറ്റി. ഞങ്ങളൊരു ഷോ ചെയ്തിട്ടുണ്ട് 1 month. അപ്പോൾ അതൊരു ഭയങ്കര ഒരു മെമ്മറിയാണ് ശരിക്കും. പ്രൊഡക്ഷൻ്റെ ഭാഗം കൂടിയാണ്. ഇപ്പം നമുക്ക് നമ്മുടെ പ്രൊഡക്ഷനിൽ നിന്ന് വരുന്ന ഔട്ടുകൾ ഇതേപോലെ ഔട്ടുകളായിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ സിനിമകൾ ഇതേപോലെ സിനിമകളായിരിക്കണം എന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവും. എങ്ങനത്തെ ടൈപ്പ് സിനിമകൾ ചെയ്യാനുണ്ടാവും പ്രൊഡക്ഷൻ? നല്ല സിനിമ, നല്ല ക്വാളിറ്റിയുള്ള സിനിമകൾ. നല്ല ക്വാളിറ്റിയുള്ള സിനിമകൾക്ക് ആരും കണ്ടിട്ട് ഇതെന്ത് പടാന്ന് ചോദിക്കാത്ത. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോഴത്തെ ഒരു പടത്തിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത് പുറത്ത് വരുമ്പോൾ 1 word നമുക്ക് കിട്ടും. മോശമാണെങ്കിൽ വളരെ മോശം എന്ന് തന്നെ ആൾക്കാർ പറയും. നമ്മുടെ ഈ പടത്തിലിപ്പോൾ അനോമിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നതും ഒരു ക്വാളിറ്റി എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് ഇറ്റ്സ് നോട്ട് ഈസി. അത് നമ്മുടെ ഓഡിയൻസിൻ്റെ അവിടെ നിന്ന് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ആ വാക്ക്. നല്ല ക്വാളിറ്റി ഉള്ള സിനിമയാണ്, അല്ലെങ്കിൽ ഒരു വേറെ ലെവൽ മേക്കിംഗ് ആണ് എന്നൊക്കെ വരുന്നത് അത് വെറുതെ അങ്ങ് വരില്ല. തീർച്ചയായിട്ടും അവരത് അങ്ങനെ ഫീൽ ചെയ്തിട്ട് വരുന്നതാണ്. അത് അങ്ങനത്തെ ഒരു സാധനം കീപ്പ് ചെയ്യണം എന്നുണ്ട്. അല്ലാതെ എന്തൊക്കെയൊക്കെ ചെയ്തിട്ട് വെച്ചിട്ട് അല്ലാതെ അതാണ് ആ ഒരു അങ്ങനെ ഒരു എഴുതി വരുന്ന അല്ലെങ്കിൽ ആളുടെ പുറത്ത് വരുന്ന ആൾക്കാരുടെ ഞങ്ങൾ ഞെട്ടിച്ചോട്ടാ അല്ലെങ്കിൽ ഭയങ്കര ക്വാളിറ്റി ഉണ്ട് എന്ന് പറയുന്നത്. ഒരു 100 സിനിമ ഒരു 2 മാസം കൂടുമ്പോൾ ഒരു 100 സിനിമ OTT-ലും അവിടെ ഇവിടെയൊക്കെ കാണുന്ന ഒരു പ്രേക്ഷകന്റെ വായിന്നാണ് ഈ വരുന്നത്. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. അപ്പൊ അതൊന്ന് കീപ്പ് ചെയ്യണം എന്നുണ്ട്. അതേപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായിട്ടൊരു ജനറേഷനാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം സിനിമ എന്ന് പറയുമ്പോൾ പേടമോഹത്തിലാണ് അത് വിജയിക്കേണ്ടത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഈ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഒരുപാട് സിനിമകൾ വിജയിച്ചിട്ടുണ്ട്. ഇന്ന് ഒരുപാട് സിനിമകൾ റിവ്യൂ ബോംബ് ചെയ്ത് അല്ലെങ്കിൽ അത് നെഗറ്റീവ് പബ്ലിസിറ്റി ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു നോർമൽ ഓഡിയൻസ്, ഒരു മിഡിൽ ക്ലാസ് ഓഡിയൻസിനെ സംബന്ധിച്ച് ഒരു 150 രൂപ കൊടുത്ത് കാണുന്ന ഓഡിയൻസ് ഫസ്റ്റിലി നോക്കുന്ന റിവ്യൂസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ഇതൊക്കെയാണ് നോക്കുന്നത്. ഞാൻ ഈ സിനിമ എന്തുകൊണ്ട് കാണണം, കണ്ടാൽ സമയം പോകുമോ, വെറുത്താണോ എന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ളപ്പോൾ സിനിമയെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്ന ഓഫ്കോഴ്സ് നെഗറ്റീവ് പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ നോക്കിയിട്ടായിരിക്കാം ഒരു നോർമൽ ഒരു ഓഡിയൻസ് തിയേറ്ററിലേക്ക് പോകുന്നത്. പക്ഷെ ഒരു 90% പോസിറ്റീവായിട്ട് വന്ന് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരു കുറച്ച് 1-2 നെഗറ്റീവ് കണ്ട് അവർ ഇൻഫ്ലുവൻസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതുകൊണ്ടുകൂടി നമ്മളൊരു ടീസറും ഒരു ട്രെയിലറും അല്ലെങ്കിൽ ഒരു 2 സോങ്ങും ഒക്കെ ഇട്ട് കൊടുക്കുന്ന ആ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാനാണ്. അപ്പോൾ വെറുതെ ഇരുന്ന് എന്തെങ്കിലും ഇപ്പോൾ ഒരു 10 നല്ല കമൻസിനായാലും ഒരെണ്ണം എനിക്ക് അത്രയ്ക്ക് വർക്കായില്ല എന്ന് പറയുന്നതിൽ ഇൻഫ്ലുവൻസ് ആവുന്ന ആൾക്കാരോട് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതാണ് ഒരു ഗിവ് ഇറ്റ് എ ചാൻസ് ആണ്. അത് ഒരു ടീസർ അല്ലെങ്കിൽ ഒരു ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ജഡ്ജ് ചെയ്യാൻ കഴിവുള്ള ഓഡിയൻസ് ആണ് മലയാളി ഓഡിയൻസ്. അപ്പോൾ അവരുടെ ടേക്കാണത് കംപ്ലീറ്റ്ലി. ചിലത് ഇപ്പം ഞാൻ പ്രതീക്ഷിക്കാതെ പോയ കണ്ട ചില സിനിമകൾ ഇത് അടിപൊളിയാണല്ലോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ചില സിനിമകൾ ഭയങ്കര ഹൈപ്പ് കേട്ട് ഞാൻ പോയി കാണുമ്പോൾ ഇതെന്ത് പടം എന്നും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ് ആണത്. അപ്പോൾ വേറൊരാളുടെ കാര്യത്തിൽ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക. കളക്റ്റീവ്ലി നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു തീരുമാനമുണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു സിനിമ വർക്കാവാത്തൊരു 10 പേരുണ്ടാവും. പക്ഷെ ആ 10 പേരുടെ കേട്ടിട്ട് ബാക്കി എല്ലാവരും എന്നാൽ ഞങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നതിന് അർത്ഥമില്ല. ഉണ്ടാവും, ഉറപ്പായിട്ടും നമ്മുടെ ചുറ്റും ചോദിച്ചാൽ തന്നെ ഉണ്ടാവും. ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവി എടുത്തിട്ട് എനിക്ക് പക്ഷെ അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എന്ന് പറയണ ഒരു 10 പേരെങ്കിലും നമ്മുടെ ലൈഫിലുണ്ടാവും. എനിക്കൊക്കെ അറിയണം ഇഷ്ടംപോലെ പേരുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറേ ഒരു വലിയ പോസിറ്റിവിറ്റി എൻ്റെ സൈഡിൽ 2-3 പേര് ഒത്തിരി സ്ലോ ആണ് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷെബിൻ